ബെഡ് 6 ഇവിടെ നിർമ്മിക്കണം, പച്ചക്കറി കാണാനായിട്ട്. ഇതുപോലെ ബോക്സ് 6 ഉണ്ടാക്കും. സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ച് ക്ലാമ്പ് ഇങ്ങനെ ക്ലാമ്പ് മേടിച്ച് പ്ലഗ് വെച്ച് ഇതുണ്ടോ പ്ലഗ് കയറ്റി വെച്ച് ഇതുപോലെ ക്ലാമ്പ് മേടിച്ച് കറക്റ്റ് വെച്ച് ഇതുപോലെ 6 ഫിറ്റ് ചെയ്ത് പോട്ടി മിശ്രം നിറച്ച് പച്ചക്കറി നടും. ഡൺ. ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ ഗ്രോ ബെഡിൻ്റെ ഭാഗം ക്ലിയർ ആവുക കേട്ടോ. 6 ഗ്രോ ബെഡ്. ഇനി ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് പോട്ടി മിശ്രം നിറയ്ക്കണം. കരിയിലെ കമ്പോസ്റ്റ്, മറ്റേ ഈ തെങ്ങിൻ്റെ കൈ വെട്ടിയതെല്ലായിട്ട് നിറച്ച് വന്ന് മുകളിൽ കമ്പോസ്റ്റ് നിറച്ച് തൈ നാളെ നടണം. പച്ചക്കറി കൃഷിക്ക് നമ്മൾ ഗ്രോ ബാഗും ചട്ടിയൊക്കെ വാങ്ങിച്ച് പോട്ടി മിശ്രം വെച്ച് നടുന്നതിന് പകരം നമ്മൾ ഈ ഗ്രോ ബെഡ് ഉണ്ട്. ഇതാണ് ഗ്രോ ബെഡ്. അത് ഫിറോസ് ലാബ് 1.4 ഫിറോസ് ലാബ് 6.25 നീളമുണ്ട്. അത് ഒരെണ്ണം മുറിച്ച് 2 എൻഡിലും വെച്ച് കഴിഞ്ഞാൽ ഒരു ബോക്സായി. അപ്പോൾ 3 ഫിറോസ് ലാബ് ഉണ്ടെങ്കിൽ നമുക്കൊരു ബോക്സ് കിട്ടും. അങ്ങനെ അത് സ്ക്രൂ വെച്ച് പോകണം. ആംഗിൾ റിബേറ്റ് വെച്ച് നമ്മൾ സ്ക്രൂ ചെയ്ത് കറക്റ്റ് ചെയ്തത്. അങ്ങനെ വീട് മാറ്റി വിരിച്ചിട്ടുണ്ട്. നമുക്കില്ല സുഖമായിട്ട് നടക്കുകയും ചെയ്യാം. പച്ചക്കറിയിൽ പണി ചെയ്യാനൊക്കെ സുഖമുണ്ട്. പിന്നെ ഈ ഒരു വാഴ കുഴപ്പമില്ല, അത് നല്ല കൊലയുണ്ട്. കൊല കളയാൻ പറ്റില്ല, അതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ കംപ്ലീറ്റും ഈ ചവറ് കോല് വേസ്റ്റ്, ഈ തെങ്ങിൻ്റെ കൈ പോളകൾ, അരക്കാര കൈകൾ അങ്ങനെയുള്ളതൊക്കെ ഇട്ട് നിറയ്ക്കും. പിന്നെ അത് ഏകദേശം ഒരു അരഭാഗം അത് നിറയ്ക്കും. അരഭാഗം അത് നിറച്ച് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ നമ്മൾ പോട്ടി മിശ്രിതം, നമ്മൾ ട്രീറ്റ് ചെയ്ത മണ്ണ് 5 ദിവസം കുമ്മായിട്ടൊക്കെ ട്രീറ്റ് ചെയ്ത മണ്ണും, അതിൻ്റെ കൂടെ ട്രൈക്കോഡർമ ചാണകത്തിൽ സമ്പുഷ്ടീകരിച്ച മണ്ണ്, ട്രൈക്കോഡർമ കൊണ്ട് സമ്പുഷ്ടീകരിച്ച മണ്ണും കുമ്മായിട്ടതിന് ശേഷം, കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിന് ശേഷം അത് കഴിഞ്ഞ് നമ്മളിതിനെ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, റോക്ക് ഫോസ്ഫേറ്റ് എല്ലുപൊടി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, റോക്ക് ഫോസ്ഫേറ്റ് മതി. അതിൻ്റെ മസൂരി ഫോസ് എന്ന് പറയും മണ്ടൊക്കെ. അത് ഇട്ട് വേരോട്ടത്തിനൊക്കെ നല്ലതായിരിക്കും. അതിട്ട് നിറച്ച് ഏകദേശം അതിൻ്റെ 3/4 ഭാഗം, അപ്പോൾ ഒരു ഒരടി, ഇത് 1.25 അടിയുണ്ട്, ഒരു 3/4 അടി തൊട്ട് മുകളിൽ പോട്ടി മിശ്രിതം നിറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ
ഇതിനകത്ത് തൈകൾ വെച്ച് ഇതിനകത്ത് ഉദ്ദേശിച്ച ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, അതുപോലെ ക്യാരറ്റ് അങ്ങനെയുള്ള കൃഷികളാണ് ഇതിനകത്ത് കൂടുതൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ശീതകാല പച്ചക്കറികൾ. അതിപ്പോൾ ഉടനടി വയ്ക്കണം, ഈ മാസം തന്നെ വയ്ക്കണം. അത് ഇതാണ്. ഇപ്പോൾ ഞാനും ഒരു ബയ്യാനും വിളിച്ചു. അപ്പോൾ ഇത് കനമുള്ളതുകൊണ്ട് നമ്മുടെ ചെറിയ സഹായികളൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഞാനും ആ ഒരു ബയ്യയോടും കൂടിയാണ് ഇതിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ അകത്ത് ചപ്പ് ചവറുകൾ നിറയ്ക്കണം, കരിയില കമ്പോസ്റ്റ് ഉണ്ട്, അതൊക്കെ നിറയ്ക്കണം. ഓക്കെ, എന്നാൽ അടുത്ത കൃഷി ഇതിൻ്റെ പുറകെ. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഗ്രോ ബെഡിൽ ഇങ്ങനെ ഫുള്ളായിട്ട് ഒരു പകുതിയോളം ഇങ്ങനെ ഈ കോലുകളൊക്കെ ഇങ്ങനെ പച്ച കമ്പുകളൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ഏര ഇറക്കിയതാണ്, തേക്കിൻ്റെയൊക്കെ ഏര ഇറക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ചവറൊക്കെ ഇതെങ്ങനെ ഇട്ടു. ബാക്കി ഇതൊക്കെ പച്ചയല്ലേ, കത്തിക്കാൻ വേറെ നമുക്ക് ഇഷ്ടമുള്ളവർ വേറെ ഉണ്ട്. ഇത് ഇങ്ങനെ നിറച്ച് ഇത് എൻ്റെ പഴയ തെങ്ങ് മറിഞ്ഞ് കിടന്ന് അതൊക്കെ എടുത്തിട്ട് എന്താ ഒരു ചപ്പ് ചവറ് ഇത് ഏകദേശം ഫില്ലായി. ഇനി ഇതിൻ്റെ അകത്ത് നമുക്കൊന്ന് അടക്കി പറക്കി വെച്ച് ഇനി ഇതിൻ്റെ അകത്ത് കുറേ തെങ്ങിൻ്റെ കൈ ഉണങ്ങി കിടപ്പുണ്ട്, ദ്രവിച്ച് തുടങ്ങിയത്. അതും കുറച്ച് വാരിയിട്ട് കുറച്ച് കരിയില കമ്പോസ്റ്റ് ലാസ്റ്റ് കരിയില കമ്പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് പോത്തി മിശ്രിതം ഇതിന് ഇടുന്നത്, മിക്സ് ചെയ്തത്. ഇതൊക്കെ ഏകദേശം ഫില്ലായി. അപ്പോൾ ഞങ്ങൾ വിശ്രമിക്കാൻ കയറിയേക്കുവാണ്. വൈകിയൊക്കെ അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ എടുക്കാറുണ്ട്.